സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാസ്റ്റ് മൊഡ്യൂൾ ലേസർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സെയിം മൊഡ്യൂളിൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. Laser stands for light amplification by stimulated emission of radiation. ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുക ബൈ ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ലേസർ ആക്ഷൻ മനസ്സിലാക്കുന്നതിന് സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് എന്താണെന്ന് നോക്കാം. സാധാരണയായി ഒരു ആറ്റം സ്റ്റേബിൾ ആയിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ ഗ്രൗണ്ട് ലെവൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഗ്രൗണ്ട് ലെവലിലെ ഒരു ആറ്റം hν എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്താൽ ആറ്റത്തിന്റെ എനർജി ലെവൽ ലോവർ സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി ഓർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. ദാറ്റ് ഈസ് ദ ആറ്റം മേക്സ് എ ട്രാൻസിഷൻ ഫ്രം ലോവർ എനർജി ലെവൽ ടു എക്സൈറ്റഡ് ലെവൽ വിത്ത് ദ അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ. ഇനി ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ആറ്റം സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. അതായത് ഒരു എക്സ്റ്റേണൽ കോസ് ഇല്ലാതെ തന്നെ ഒരു ആറ്റം എക്സൈറ്റഡ് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തുക വിത്ത് ദ എമിഷൻ ഓഫ് എനർജി റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് എ ഫോട്ടോൺ ഓഫ് എനർജി hν. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ഈ എമിറ്റഡ് ഫോട്ടോണിന്റെ എനർജി hν ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് ലെവൽസിന്റെ എനർജി ഡിഫറൻസിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് E2 മൈനസ് E1 ഇസ് ഈക്വൽ ടു hν. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് നോക്കാം. ചില കണ്ടീഷൻസിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു ആറ്റത്തിനെ വേറൊരു ഫോട്ടോൺ കൊണ്ട് ഫോഴ്സ് ചെയ്യിച്ച് ഫോട്ടോൺ എമിറ്റ് ചെയ്യിക്കാം. Thus, an atom in an excited state under the influence of a photon of frequency nu incident upon it may jump to the ground state by emitting an additional photon of frequency nu. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു ആറ്റം ഒരു ഫോട്ടോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുക with the emission of an additional photon having the same frequency. അങ്ങനെ എമിഷനിൽ ഒരു ഫോട്ടോണിന് പകരം രണ്ട് ഫോട്ടോൺസ് മൂവ് ചെയ്യും. സോ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. എമിറ്റഡ് ഫോട്ടോൺസ് രണ്ടിനും ഒരേ ഫേസും ഒരേ ഡയറക്ഷനും ഉണ്ടായിരിക്കും. So, spontaneous emission എന്ന് പറയുന്നത് emission of a photon without any external causation. Stimulated emission, a photon striking an excited state can induce the atom to the ground state by emitting an identical photon. ഇനി population inversion and pumping. നോർമൽ കണ്ടീഷൻസിൽ ഹയർ എനർജി സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ആറ്റംസ് ലോവർ എനർജി സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ആറ്റംസിനേക്കാൾ കുറവായിരിക്കും. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഹയർ എനർജി സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ആറ്റംസ് N2ഉം ലോവർ എനർജി സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ആറ്റംസ് N1ഉം ആണെങ്കിൽ തീർച്ചയായും നോർമൽ കേസിൽ N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2. അതായത് കൂടുതൽ ആറ്റംസും സ്റ്റേബിളായ ഗ്രൗണ്ട് ലെവലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ പോപ്പുലേഷൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ദി ഹയർ സ്റ്റേറ്റ്. പക്ഷേ നമുക്കറിയാം സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ എക്സൈറ്റഡ് ലെവലിലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലെ നമ്പർ ഓഫ് ആറ്റംസിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം പോപ്പുലേഷൻ ഇൻ ദി ഹയർ സ്റ്റേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി പോപ്പുലേഷൻ ഇൻ ദി ലോവർ സ്റ്റേറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പോപ്പുലേഷൻ ഇൻവേർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ അതിനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസിന് നമ്മൾ എനർജി കൊടുക്കണം. എനർജി കൊടുത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആറ്റംസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പമ്പിംഗ് എന്ന് പറയുന്നത്. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ മോർ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എ സിസ്റ്റം ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ് ദാൻ ഇൻ എ ലോവർ എനർജി സ്റ്റേറ്റ്. Pumping. The process leading to population inversion is called pumping. Pumping പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ രണ്ടെണ്ണം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന റൂബി ലേസറിൽ
ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലൈറ്റ് എനർജി ഈസ് യൂസ് ടു റൈസ് ദി ആറ്റംസ് ടു ഹയർ എനർജി സ്റ്റേറ്റ്സ്. ഇനി നമ്മൾ പഠിക്കുന്ന ഹീലിയം നിയോൺ ലേസറിൽ ഇലക്ട്രിക്കൽ പമ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ലേസർ സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്ന ആക്റ്റീവ് മീഡിയം അല്ലെങ്കിൽ ലേസർ മീഡിയമാണ്. ഈ ആക്റ്റീവ് മീഡിയത്തിലാണ് നമ്മൾ പമ്പ് സോഴ്സ് ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്യുന്നതും പോപ്പുലേഷൻ ഇൻവേർഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ലേസർ മീഡിയമായിട്ട് നമുക്ക് സോളിഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ലേസറിനെ നമ്മൾ സോളിഡ് ലേസർ എന്ന് പറയും. റൂബി ലേസർ സോളിഡ് ലേസറിന് ഒരു എക്സാമ്പിളാണ്. അത് നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. ഇനി ഗ്യാസസ് ലേസർ മീഡിയമായി ഉപയോഗിക്കാം. ആ ലേസേഴ്സിനെ നമ്മൾ ഗ്യാസ് ലേസേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ ഹീലിയം നിയോൺ ലേസർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സെമി കണ്ടക്ടേഴ്സ്, ഓർഗാനിക് ഡൈസ് ഒക്കെ ലേസർ മീഡിയമായി ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത് പറയുന്ന പമ്പിംഗ് സോഴ്സ്. പോപ്പുലേഷൻ ഇൻവേർഷൻ ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് പമ്പിംഗ് സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന റൂബി ലേസറിൽ സെനോൺ ഫ്ലാഷ് ലാമ്പാണ് പമ്പിംഗ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഒപ്റ്റിക്കൽ പമ്പിംഗ്. ഇനി ഹീലിയം നിയോൺ ലേസറിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ് പമ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ പമ്പിംഗ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ റിസൊണേറ്റർ. അതായത് സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്റ്റിക്കൽ റിസൊണേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉള്ളത് 2 പാരലൽ മിറേഴ്സ് ആണ്. അതിൽ ഈ കാണുന്ന മിറർ ഫുള്ളി സിൽവേർഡ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് മിററാണ്. ഇത് പാർഷ്യലായി മാത്രമേ സിൽവർ ചെയ്തിട്ടുള്ളൂ. സോ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററാണ്. ഈ 2 മിറേഴ്സിനും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഓപ്റ്റിക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ലേസർ മീഡിയത്തിൽ എമിറ്റഡ് ഫോട്ടോൺസ് ഈ 2 മിറേഴ്സിനും ഇടയിൽ അണ്ടർഗോസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ബൈ മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. അങ്ങനെ ലൈറ്റ് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ആംപ്ലിഫൈ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ലേസറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ലേസർ ഈസ് മോണോക്രോമാറ്റിക്. മോണോക്രോമാറ്റിസിറ്റി റെഫേഴ്സ് ടു എ സിംഗിൾ വേവ് ലെങ്ത്. അതായത് ലേസറിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് സിംഗിൾ കളേർഡും ആയിരിക്കും. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത് പല വേവ് ലെങ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി കൊഹിറന്റ്. ഒരു ലേസർ ബീമിലെ വേവ്സ് എപ്പോഴും ഇൻ ഫേസിലായിരിക്കും വിത്ത് ഓൺ ആൻഡ് അറ്റ് എവറി പോയിന്റ്. അപ്പോൾ ഞാനൊരു കമ്പാരിസന് വേണ്ടി 3 ലൈറ്റ് വേവ്സ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് സൺലൈറ്റ്. ഇപ്പോൾ സൺലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വേവ് ലെങ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഡിഫറെന്റ് കളേഴ്സ് കാണാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ക്രസ് എന്ന് പറയുന്നത് ഈ 3 വേവിനും ഡിഫറെന്റ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. വേവ് ലെങ്ത് ഡിഫറെന്റ് ആകുമ്പോൾ തീർച്ചയായും കളേഴ്സും ഡിഫറെന്റ് ആയിരിക്കും. സോ സൺലൈറ്റ് മോണോക്രോമാറ്റിക് അല്ല. അതുപോലെ തന്നെ ഈ വേവ്സ് തമ്മിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് റിലേഷൻഷിപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വേവ്സ് ഇൻകൊഹിറന്റുമാണ്. അടുത്തത് ഒരു LED-യിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റ കളർ ലൈറ്റ് മാത്രമേ ഉള്ളൂ, റെഡ് ലൈറ്റ്. അതായത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ലൈറ്റ് ഫ്രം ആൻ LED ഈസ് മോണോക്രോമാറ്റിക്. പക്ഷെ ഇവിടെയും വേവ്സ് തമ്മിലൊരു കോൺസ്റ്റന്റ് ഫേസ് റിലേഷൻഷിപ്പ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻകൊഹിറന്റുമാണ്. സോ ദിസ് ലൈറ്റ് ഈസ് മോണോക്രോമാറ്റിക് ബട്ട് ഇൻകൊഹിറന്റ്. എന്നാൽ ലേസറിൽ, അടുത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ലേസറിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ വേവ്സിന്റെയും വേവ് ലെങ്ത് സെയിം ആണ്. അറ്റ് ദ സെയിം ടൈം അറ്റ് എവറി പോയിന്റ് എല്ലാ വേവ്സും ഇൻ ഫേസുമാണ്. അതുകൊണ്ട് തന്നെ അത് മോണോക്രോമാറ്റിക്കുമാണ്. സോ ലേസർ ബീമിന്റെ 2 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക്, ഇറ്റ് ഈസ് കൊഹിറന്റ്. അടുത്ത പ്രോപ്പർട്ടി, ലേസർ ബീം ഈസ് ഹൈലി ഇൻറ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അടുത്ത പ്രോപ്പർട്ടി ലോ ഡൈവർജൻസ്. ലേസർ ലൈറ്റ് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഹൈലി ഡയറക്ഷണൽ ആണ്. ഒരു ലോ ഡൈവർജൻസ് മീൻസ് ലേസർ റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബീം ദാറ്റ് ഈസ് സ്പേഷ്യലി നാരോ.
അതായത് ലേസർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് വളരെ നാരോ ബീമായിട്ടാണ്, ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. വളരെ ചെറിയ ഒരു റീജിയണിൽ നമുക്ക് ലേസർ ബീമിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതാണ് ലേസറിന്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലേസറിൽ നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക്, കൊഹിറന്റ്, ഹൈലി ഇന്റൻസ്, ലോ ഡൈവർജൻസ്. സോളിഡ് ലേസേഴ്സിൽ റൂബി ലേസറും ഗ്യാസ് ലേസേഴ്സിൽ ഹീലിയം നിയോൺ ലേസറുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം റൂബി ലേസർ നോക്കാം. റൂബി ലേസറിൽ ഒരു റൂബി റോഡ് ആണ് ഉള്ളത്. ഈ റൂബി റോഡ് എന്ന് പറയുന്നത് ക്രോമിയം ഡോപ്പ് ചെയ്ത അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റലാണ്. ദാറ്റ് ഈസ് സം ഓഫ് ദി അലുമിനിയം ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽ ആർ റീപ്ലേസ്ഡ് ബൈ ക്രോമിയം അയോൺസ്. ക്രോമിയം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.05% to 1% ആണ്. റൂബി റോഡിന്റെ ഏകദേശം നീളം 10 cm, ഡയമീറ്റർ 1 cm ആണ്. ഈ റൂബി ലേസറിന്റെ വൺ എൻഡ് എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആണ്, ആൻഡ് അതർ എൻഡ് ഈസ് പാർഷ്യലി സിൽവേർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ റിസൊണേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എൻഡ് ഫുള്ളി സിൽവേർഡും ഒരു എൻഡ് പാർഷ്യലി സിൽവേർഡുമായി വെച്ചിരിക്കുന്നത്. ഇനി റൂബി റോഡിനെ സറൗണ്ട് ചെയ്ത് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനെ സറൗണ്ട് ചെയ്ത് ഒരു സെനോൺ ഫ്ലാഷ് ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണം. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണം. പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെനോൺ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. അപ്പോൾ ഇത്രയുമാണ് റൂബി ലേസറിന്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി വർക്കിംഗ് നോക്കാം. ക്രോമിയം അയോൺസ് ഫ്ലാഷ് ട്യൂബിൽ നിന്നുള്ള ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ക്രോമിയം അയോൺസ് ആണ് നമ്മുടെ ഫ്ലാഷ് ട്യൂബിൽ നിന്നുള്ള ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെ ഫ്ലാഷ് ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ ഒപ്റ്റിക്കൽ പമ്പിംഗ് നടത്തി പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യും. സോ സ്പോണ്ടേനിയസ് ആയി എമിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോണിന് ക്യാൻ സ്റ്റിമുലേറ്റ് റേഡിയേഷൻ. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒപ്റ്റിക്കൽ റിസൊണേറ്ററിലെ രണ്ട് മിറേഴ്സിന് ഇടയിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്ന് ആംപ്ലിഫൈ ചെയ്യപ്പെടും. ദ സ്റ്റിമുലേറ്റഡ് ലൈറ്റ് എസ്കേപ്സ് ഫ്രം പാർഷ്യലി സിൽവേർഡ് മിറർ. റൂബി ലേസറിന്റെ ഔട്ട്പുട്ട് റേഡിയേഷൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 694.3 നാനോമീറ്റർ ആണ്. ഔട്ട്പുട്ട് വേവ് ലെങ്ത് ഓർക്കണം, 694.3 നാനോമീറ്റർ. ഡീപ് റെഡ് കളർ ആയിരിക്കും ലേസർ ബീമിന്. അതിന്റെ വർക്കിംഗിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ക്രോമിയം അയോൺസ് എന്ന് പറയുന്നത് സെനോൺ ഫ്ലാഷ് ലാമ്പിൽ നിന്നുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാം. സ്പോണ്ടേനിയസ്ലി എമിറ്റഡ് ഫോട്ടോൺ ട്രാവലിംഗ് ത്രൂ ദ റോഡ് ക്യാൻ സ്റ്റിമുലേറ്റ് റേഡിയേഷൻ. ആ എമിറ്റഡ് ലൈറ്റ് travels back and forth between the two mirrors where multiple reflection takes place and gets amplified. Output wavelength ഓർക്കണം, 694.3 നാനോമീറ്റർ. ഇനി ഹീലിയം നിയോൺ ലേസർ നോക്കാം. ഹീലിയം നിയോൺ ലേസറിൽ ലേസർ മീഡിയം എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ഗ്യാസുകളുടെ 10:1 റേഷ്യോയിലുള്ള ഒരു മിക്സ്ചറാണ്. ഹീലിയം നിയോൺ മിക്സ്ചർ ഇൻ ദ റേഷ്യോ 10:1. ഏകദേശം 50 സെന്റിമീറ്റർ നീളവും 0.5 സെന്റിമീറ്റർ ഡയമീറ്ററും ഉള്ള ഒരു ഡിസ്ചാർജ് ട്യൂബിലാണ് ഈ ഗ്യാസ് മിക്സ്ചർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബിലാണ് ഗ്യാസ് മിക്സ്ചർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെ പമ്പിങ്ങിനായി ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ പമ്പിംഗ് ഈസ് യൂസ്ഡ് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇലക്ട്രിക്കൽ പമ്പിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒപ്റ്റിക്കൽ റിസൊണേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതിന് രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഫുള്ളി റിഫ്ലക്റ്റിംഗ്, ദ അതർ വൺ ഈസ് പാർഷ്യലി റിഫ്ലക്റ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. ഇനി വർക്കിംഗിലേക്ക് വരാം. ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രോൺസുമായിട്ടുള്ള കൊളിഷൻ കൊണ്ട് ഹീലിയം ആറ്റംസ് ഹയർ എനർജി ലെവലിലേക്ക് റൈസ് ചെയ്യപ്പെടും. ഇങ്ങനെ എക്സൈറ്റ് ചെയ്യപ്പെട്ട ഹീലിയം ആറ്റംസ് നിയോൺ ആറ്റംസുമായി കൊളൈഡ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് നിയോൺ ആറ്റംസ് ഹയർ എനർജി ലെവലിലേക്ക് പോവുകയും പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുകയും ചെയ്യും.
Now a spontaneously emitted photon can trigger laser action. Helium-neon ലേസറിൽ നിന്നുള്ള റേഡിയേഷന്റെ വേവ് ലെങ്ത് 632.8 നാനോമീറ്റർ ആണ്. അത് റെഡ് കളേർഡ് ലൈറ്റ് ആയിരിക്കും. വേവ് ലെങ്ത് മറക്കരുത്, 632.8 നാനോമീറ്റർ. ഇപ്പോൾ വർക്കിംഗ് ഇങ്ങനെയാണ്. ഡിസ്ചാർജ് ട്യൂബിൽ ഒരു ഡിസ്ചാർജ് നമ്മൾ ട്യൂബിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഹീലിയം ആറ്റംസുമായി കൊളൈഡ് ചെയ്ത് ഹീലിയം ആറ്റംസ് ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. ഈ എക്സൈറ്റഡ് ഹീലിയം ആറ്റംസ് ആണ് നിയോൺ ആറ്റംസുമായി കൊളൈഡ് ചെയ്ത് മോർ നമ്പർ ഓഫ് നിയോൺ ആറ്റംസ് ആർ റേസ്ഡ് ടു ഹയർ എനർജി ലെവൽ. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നു. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോണിന് ക്യാൻ ട്രിഗർ ലേസർ ആക്ഷൻ. ഇതിന്റെ വേവ് ലെങ്ത് ഓഫ് ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് 632.8 നാനോമീറ്റർ ആണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്യാസ് ലേസേഴ്സ് ഓവർ സോളിഡ് ലേസേഴ്സ്. സോളിഡ് ലേസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് ലേസേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കോസ്റ്റ് ഓഫ് ദി ഗ്യാസ് ലേസർ ഇസ് ലെസ്. ഗ്യാസ് ലേസറിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ദേ ഹാവ് റിലേറ്റീവ്ലി ലോ അക്വിസിഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അക്വിസിഷൻ കോസ്റ്റ് ആയാലും ഓപ്പറേഷൻ കോസ്റ്റ് ആണെങ്കിലും സോളിഡ് ലേസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആണ്. ഗ്യാസ് ലേസർ ഈസ് മോർ കോമ്പാക്റ്റ് ആണ്. പിന്നെ ക്രിസ്റ്റലിനെ പോലെ ഇംപെർഫെക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്യാസ് ലേസർ എന്ന് പറയുന്നത് മോർ മോണോക്രോമാറ്റിക് ആയിരിക്കും. പിന്നെ വളരെ കൂടുതൽ സമയം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാൻ ബി ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. ദേ ഓൾസോ ഹാവ് ലോങ്ങർ ലൈഫ് നോക്കുവാണെങ്കിലും കൂടുതലാണ്. പിന്നെ കൂളിംഗ് ഓഫ് ദി മെറ്റീരിയൽ ക്യാൻ ബി ഈസിലി ഡൺ ബൈ റീപ്ലേസിംഗ് ദ ഹോട്ട് ഗ്യാസ്. ഹോട്ട് ഗ്യാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂളിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇനി ലേസറിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വരാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒന്നാണ് ലേസർ എന്ന് പറയുന്നത്. പല ഫീൽഡുകളിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ കുറച്ച് മാത്രം ഞാനിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ നമുക്കറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളത് ഒഫ്താൽമിക് സർജറി അല്ലെങ്കിൽ ഐ സർജറിക്കാണ് കൂടുതൽ ലേസർ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ ബ്ലഡ്ലെസ് സർജറി, എസ്പെഷ്യലി ഇൻ ഒഫ്താൽമിക് സർജറി. പിന്നെ കിഡ്നി സ്റ്റോൺസ് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസറസ് സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയിൽ ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡെർമറ്റോളജിയിൽ പിഗ്മെന്റേഷൻ സ്പോട്സ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഡെന്റൽ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ലേസറിന്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി ലേസേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട് ടു സെൻഡ് ഇൻഫർമേഷൻ ഓവർ ലാർജ് ഡിസ്റ്റൻസസ്. അത് മാത്രമല്ല ലേസർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മോർ എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും യൂസിങ് ലേസേഴ്സ്. പിന്നെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സിൽ ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്പേസ് കമ്മ്യൂണിക്കേഷൻ, റഡാർസ്, സാറ്റലൈറ്റ്സിലൊക്കെ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻസ് പലതും നമുക്ക് ഫെമിലിയർ ആണ്. ലേസേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മെറ്റീരിയൽ പ്രോസസ്സിംഗ് സച്ച് ആസ് കട്ടിംഗ്, ഡ്രില്ലിംഗ്, വെൽഡിംഗ് എക്സെട്ര. വളരെ ഹാർഡായിട്ടുള്ള ഡയമണ്ട് പോലെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് കട്ട് ചെയ്യുന്നതിനും ഡ്രില്ല് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ലേസറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബാർകോഡ് റീഡേഴ്സ്, സ്കാനേഴ്സ്, CD പ്ലെയേഴ്സ്, ലേസർ ഷോസ്, ഇതിലെല്ലാം ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 3 ഡയമെൻഷണൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹോളോഗ്രാഫിയിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലേസർ റേഞ്ച് ഫൈൻഡർ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സർവേയേഴ്സ് ലേസർ റേഞ്ച് ഫൈൻഡർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മിലിറ്ററിയിൽ ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹൈ എനർജി ലേസേഴ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രോയ് എനിമി എയർക്രാഫ്റ്റ്സ് ആൻഡ് മിസൈൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലേസറിന്റെ ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിമി എയർക്രാഫ്റ്റ്സ്, മിസൈൽസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ഹൈ എനർജി ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ലേസർ ബേസ്ഡ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ഗൈഡഡ് മിസൈൽസ് ആൻഡ് പൈലറ്റ്ലെസ് ഫൈറ്റർ പ്ലെയിൻസ്. അടുത്തത് പറയുന്നത് ലേസേഴ്സ് ഇൻ സയന്റിഫിക് റിസർച്ച്. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് റേഡിയേഷനെ മാറ്ററുമായിട്ടുള്ള ഇന്ററാക്ഷൻ സ്റ്റഡി ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ പറയുന്നത്. സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ലേസർ ലൈറ്റ് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കെമിക്കൽ റിയാക്ഷൻസിന്റെ
സ്നാപ്ഷോട്ട്സ് എടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ലേസർ പൾസസ് ആർ യൂസ്ഡ് ടു ടേക്ക് snapshots of chemical reactions as they occur on time scales faster than atomic vibrations in a molecule. പിന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എർത്ത് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒന്നാണ് ലേസർ എന്ന് പറയുന്നത്. ഇതിൽ കുറേ ആപ്ലിക്കേഷൻസ് ഓർത്തു വയ്ക്കുക, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. Stay home, be safe. Thank you.